എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധേന ഇതൊന്ന് തട്ടിക്കൂട്ടി എടുക്കാന്ന് വിചാരിച്ചപ്പോ അതില് പിന്നെ ഇടങ്കോലിടാൻ വരുവാ. രാഘവേട്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഈ സംശയങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എന്റെ കൂടെ നിന്ന് തന്നാ മതി. ഇനിയിപ്പോ ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വരൂ. ചേട്ടതി, ഒരല്പം വൈകി. ഞങ്ങളെ കാത്തിരുന്ന് മുഷിഞ്ഞില്ലല്ലോ. ഇപ്പോഴല്ലോ, ഇത് തുടങ്ങി കഴിഞ്ഞാണല്ലോ മുഷു വരുന്നത്. എന്റെ ഏടതി, ഏട്ടൻ ഇപ്പോഴും എന്നെ അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല കേട്ടോ. എന്തോ ഒരു ചെറിയ പിണക്ക് എന്നോട് ഇപ്പോഴും ഉണ്ട്. വക്കീൽ ഇരിക്കുന്നേ. അതെ, ചിറ്റപ്പ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമല്ലോ അല്ലേ? അല്ല, ഈ സർക്കാർ കാര്യമുണ്ട് ഈ ചോദിക്കുന്നേ, കാലതാമസമൊന്നും ഉണ്ടാവില്ലല്ലോ. ഏയ്, ഇതൊന്ന് കറക്റ്റ് ആയ പിന്നെ നമുക്ക് സാങ്ഷൻ ലെറ്റർ അടിച്ചു കിട്ടും. പിന്നെ വിശാലമായിട്ട് കിടക്കുകയല്ലേ സർക്കാരിന്റെ വനഭൂമി. മൊത്തത്തിൽ നമ്മൾ കയറി അങ്ങ് മേയും. അതിപ്പോ തേക്കും മാഞ്ചും ചന്ദനവും എന്ന് വേണ്ട സകല മരങ്ങളും നമ്മളങ്ങ് വെട്ടും. സർക്കാരിന്റെ ലെറ്റർ അല്ലേ കയ്യിരിക്കുന്നത്, പിന്നെ മന്ത്രിയുടെ പിന്തുണയും. അല്ല പിന്നെ എന്നാ പിന്നെ വൈകിക്കണ്ട, നമുക്ക് ഡോക്യുമെന്റ്സിൽ ഒപ്പിടാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ശരി, എന്നാ പിന്നെ ഐശ്വര്യമായി ഏട്ടൻ തന്നെ ആദ്യം ഒപ്പിടട്ടെ. ആ ചെല്ലടോ, ഒപ്പിടട്ടെ. രാഘവേട്ട, ഒപ്പിട്ടോളൂ. ഇനി ഇക്കാര്യത്തിൽ രണ്ടാമതൊരു ആലോചന വേണ്ട. രാഘവേട്ട, ഒപ്പിട്ടോളൂ. ആ പ്രസാദേ, ഏട്ടന് ഒപ്പിടേണ്ട സ്ഥലം കൃത്യമായി കാണിച്ചു കൊടുക്കണേ. ചിലപ്പോ കണ്ണ് പിടിക്കുകയല്ല. ഇവിടെ ഇനി ഏടത്തി ഒപ്പിടണ്ടേ? ആ വേണം വേണം. ആ ഏടത്തി ഐശ്വര്യോട് ഒപ്പിട്ടെ. ആ ഇടൊപ്പിട്ടെ. ഇവിടെ 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 ഇട്ടോളൂ. നിങ്ങൾ രണ്ടുപേരും സാക്ഷികളായിട്ട് ഒപ്പിട്ടാ മതി. ഇവിടെ ഇവിടെ അതാ ഇവിടെ. വിഷ്ണു, നീയും കൂടി ഒപ്പിട്ടോ.
വിഷ്ണു വാങ്ങിക്ക്. നീ എന്താ രാഘവേട്ടനെ പോലെ? വാങ്ങിച്ചൊപ്പിടും മോനെ, ഒരു നല്ല കാര്യത്തിനല്ലേ. ദാ. ഇവിടെ ദാ ഇവിടെ. ഇന്നും നാളെയും കൊണ്ട് പേപ്പർ വർക്കുകളെല്ലാം തീരും. 3-4 ദിവസത്തിനുള്ളിൽ മരം മുറിച്ച് തുടങ്ങാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ വരും. ഇവൻ മിടുക്കനാ. ബിസിനസ്സിൽ ഇവൻ എന്നേക്കാൾ ശോഭിക്കും. അതിനുള്ള കഴിവ് ഇവനിലുണ്ട്. വിഷ്ണു, നീ ഇങ്ങനെ മാറി നിൽക്കരുത്. 10 കാശുണ്ടാക്കാൻ പറ്റുന്നത് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. എന്നാ പിന്നെ ഏടത്തി, ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പൊന്നി. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. എന്നാ പിന്നെ വരട്ടെ ഏട്ടാ. എന്നാ ശരി. അപ്പൊ കാണാം. വിഷ്ണു, നിന്നെ കൂടി മുന്നിൽ കണ്ടിട്ടാ ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നത്. സത്യമേ, ഞാനിപ്പോ വരാം. ചെൽ. രോഹിത്, അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. ശരി. എന്തായാലും ഒരു നല്ല കാര്യത്തിന് നമ്മൾ തുടക്കം കുറിച്ചു. ഇനിയെല്ലാം നല്ല ഐശ്വര്യമായിട്ട് പൊയ്ക്കോളും. രാഘവേട്ട, എന്താ പിണങ്ങിപ്പോവാ? ഭാഗ്യമുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ വെള്ളം കുടിക്കാൻ പോന്നേ. അമ്മേ, അച്ഛൻ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇതിനെ ഇറങ്ങണമായിരുന്നോ? അതിന് ഏത് കാര്യത്തിനാടാ രാഘവേട്ടൻ സന്തോഷത്തോടെ സഹകരിച്ചിട്ടുള്ളത്? എല്ലാത്തിനും മുടക്കല്ലേ പറയൂ. നീ ആവശ്യപ്പെട്ട പണം അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവളുടെ കല്യാണോ ശാരദാമ്മേ? ചെറിയമ്മ അസുഖമായിട്ട് കിടപ്പ് തുടങ്ങിയിട്ട് 4 കുറേയായി. എന്ന് വെച്ച് ഇവളെ അങ്ങനെ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? ഞങ്ങളെല്ലാരും കൂടെ സഹായിച്ച അതങ്ങ് നടത്താൻ പോവാ. അതങ്ങനെ തന്നെയാ വേണ്ടത്. അങ്ങനെ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഒരു പ്രായം കഴിഞ്ഞ പെൺകുട്ടികളെ എത്ര വേഗം കെട്ടിച്ചയക്കാൻ പറ്റുമോ അത്രയും വേഗം കെട്ടിച്ചയക്കണം. എന്തായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഇവക്ക് നല്ലൊരു ജീവിതം കിട്ടുന്ന കാര്യമല്ലേ. പിന്നെ നീ ചോദിച്ചതിനേക്കാൾ ഒരല്പം തുക കൂടുതലുണ്ട്. അതെന്റെ പേർക്ക്. കല്യാണത്തിന് ഞങ്ങളൊക്കെ വരും കേട്ടോ മോളെ. പിന്നെ വരാതിരിക്കാൻ പറ്റൂ? എല്ലാരും വരി തന്നെ വേണം. എന്നാ വൈകിക്കുന്നില്ല ശാരദാമ്മേ, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. അല്ല, ഇവളുടെ അച്ഛൻ അതൊന്നും പറയാതിരിക്കുന്ന ഭേദം. തിരിഞ്ഞു നോക്കത്ത് പോലും ഇല്ല. എന്തിനാ, ഒരു ഫോൺ പോലും ചെയ്യില്ല.
കഷ്ടം. ഇനി എവിടെയെങ്കിലുമൊക്കെ വീണ് കിടക്കുമ്പോൾ മക്കളെക്കുറിച്ച് ഓർക്കും. അപ്പോഴേക്കും മക്കൾ അച്ഛനെ മറക്കും. ഇങ്ങനെയുള്ളവരൊക്കെ വഴി കിടന്നേ മരിക്കൂ. പച്ചവെള്ളം കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. എന്നാ ഞാൻ വരട്ടെ ശാരദമ്മേ, ഇപ്പൊ തന്നെ വൈകി. വരട്ടെ ശാരദാമ്മേ. ശരി മോളെ. പാവം, എല്ലാരെയും സഹായിക്കണമെന്നുള്ളൊരു മനസ്സുണ്ട്. അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ വേണമല്ലോ. ശാന്തേച്ചി പോവായോ? ആ, കല്യാണത്തിന് വരണം കേട്ടോ ചേച്ചി. പിന്നെ വരാതിരിക്കോ? ഉറപ്പായിട്ടും വരും. എന്നാ പിന്നെ ഇറങ്ങട്ടെ മോളെ. രാമേട്ടാ, പോകുന്ന വഴിക്ക് ഇവരെ കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക്. ചെല്ല്. മോളെ, എന്തായി? നീ വിഷ്ണുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു? ഫോണൊന്ന് എടുക്കണ്ടേ അമ്മേ? എന്നാലല്ലേ കാര്യങ്ങളൊന്ന് പറയാൻ പറ്റൂ. എന്തായാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു അബദ്ധം വന്നുപോയി. അതിന്റെ സത്യാവസ്ഥ എന്താന്ന് അവനെ ബോധ്യപ്പെടുത്തണ്ടേ? അതിപ്പോ നേരിട്ടാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണെങ്കിലും കാര്യങ്ങൾ അവനെ അറിയിച്ചേ പറ്റൂ. സത്യാണെങ്കിൽ അമ്പലത്തിൽ പോണോന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. 1-2 തവണ എന്നെ വിളിച്ചിരുന്നു. അത് നീ കാര്യാക്കണ്ട. സത്യം ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയിക്കോളാം. നീ വിഷ്ണുവിനെ ഫോണിൽ കിട്ടുമെന്ന് നോക്ക്. എന്റെ ബിഗ് ഫ്രണ്ടേ, അതാ എന്റെ അച്ഛൻ. ഭയങ്കര ജോലി തിരക്കുള്ള ആളാ. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഫോൺ വിളിക്കും, എന്നെയും വിളിക്കും, അമ്മയും വിളിക്കും. വിഷ്ണുട്ടാ, എനിക്ക് വിഷ്ണുട്ടനോട് സംസാരിക്കണം. എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? വിഷ്ണുട്ടാ, എനിക്കൊന്ന് സംസാരിക്കണം. ഓ, എനിക്കൊന്നും കേക്കണ്ട. വിഷ്ണുട്ടൻ കേൾക്കണം. സംഭവിച്ചത് എന്താണെന്ന് വിഷ്ണുട്ടൻ അറിയണം. ഓ, ഇപ്പൊ സംഭവിച്ചതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്കിപ്പോ വേറെ ഒന്നുമില്ല. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണല്ലോ. കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ഉപരി ചില സത്യങ്ങളുണ്ട് വിഷ്ണുട്ടാ. അതെന്താന്ന് അറിയേണ്ടതുവാ. അതെ, കള്ളങ്ങൾ കൊണ്ട് എന്റെ കാഴ്ചകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കും. അല്ല, യഥാർത്ഥ സത്യം എന്താണെന്ന് വിഷ്ണുട്ടനെ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാ. ശരി, ഒരു പ്രാവശ്യം കൂടി ഞാൻ നീ പറയുന്ന കേൾക്കും. എനിക്ക് വിശ്വാസം ആയില്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച. ശരി, സമ്മതിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 5 പെൺകുട്ടികൾക്കാണ് സത്യാമ്മയുടെ സൽക്കർമ്മത്തിലൂടെ മംഗല്യഭാഗ്യം ഉണ്ടായത്. 5 പേരും നല്ല രീതിയിൽ ജീവിക്കുകയും ഇടയ്ക്ക് ക്ഷേത്രത്തിൽ വന്ന് അവർക്ക് നൽകിയ ജീവിതത്തിന് ഭഗവാന് മുന്നിൽ നന്ദി പറയുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് സത്യാമ്മേ ഞങ്ങളുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ തോന്നുന്നത്. നമ്മളെ കൊണ്ട് ഇക്കാലത്ത്
ഇങ്ങനെയെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. ഉം. പിന്നെ ഇപ്പോഴും ഈ മംഗല്യഭാഗ്യ ചടങ്ങ് മുടക്കം കൂടാതെ നടത്തിക്കൊണ്ട് പോകുന്നതും സത്യാമ്മ ഒറ്റൊരാൾ കാരണമാണ്. അതിന് ഈ ക്ഷേത്രവും ക്ഷേത്ര കമ്മിറ്റിയും എല്ലാവരും എന്നും കടപ്പെട്ടിരിക്കുന്നു. ശിവദാസ്, ഒരു കടപ്പാടിനും വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് അയക്കുന്നത് പോയി തൊഴട്ടെ. ശരി സത്യാമ്മേ. വാ പിള്ളേ. സത്യാമ്മേ, എന്തിനാ മോളെ ഈ മുട്ടുകല്ല് പ്രദർശനം ചെയ്യുന്നത്? എന്തെങ്കിലും കാര്യം സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചത് സാധിച്ചു? സാധിച്ചു. എനിക്കെന്റെ അച്ഛൻ എൻ്റെ അടുത്ത് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ വന്നു. അതാ ഈ വഴിപാട് നടത്തുന്നത്. മരുമകന് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, ശാരദാമ്മ അമ്പലത്തിലേക്ക് പോരുന്നതിന് മുമ്പായിട്ട്. കുറെ നാളുകൾക്ക് ശേഷമുള്ള മരുമകന്റെ വരവല്ലേ, ശരിക്കും സൽക്കരിക്കേണ്ടി വരും. സത്യാമ്മ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ആ വന്നത് പറയാനാണെങ്കിൽ അത് ഒരുപാടുണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ലാതെ പോയി. സമയവും സാഹചര്യവും ഒത്തുവരുന്ന ഒരു സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സത്യാമ്മയോട് പറയുന്നതായിരിക്കും. ശാരദാമ്മേ, എത്ര ലാഘവത്തോടെയാ നിങ്ങളിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? അതിന്റെ കാര്യം എന്താണെന്ന് അറിയോ? ഒരു മകനില്ലാത്തതിന്റെ കുഴപ്പം. ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ, അവന്റെ ഭാവിയെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഒരമ്മയ്ക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല. എന്റെ സത്യാമ്മ ചിന്തിക്കുന്ന പോലെയുള്ള ഭീകരമായൊരു വിഷയമൊന്നും ഇക്കാര്യത്തിലില്ല. നമ്മളൊന്ന് പരസ്പരം സംസാരിച്ച തീരാവുന്ന കാര്യമേ ഇതിലുള്ളൂ. സത്യയുടെ ഒരു ആഗ്രഹം, അത് സാധിച്ചു കൊടുക്കേണ്ടത് അവളുടെ അമ്മ എന്ന നിലയിൽ ശാലിനിയുടെ കടമയാണല്ലോ. എല്ലാവർക്കും കടമകളാ, അവരവരുടെ ജീവിതം.